ഗസ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനികൾ ഗസ വിട്ട് അയൽ രാജ്യങ്ങളിലേക്ക് പോകണം. ലോകത്തെല്ലായിടത്തുമുള്ളവർക്കും ഗസയിൽ ജീവിക്കാനാകണമെന്നും ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന. സുഹൈൽ വിശദാംശങ്ങൾ നൽകും. സുഹൈൽ, ഇതിപ്പോൾ വലിയ ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ്. നെതന്യാഹു ഈ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അമേരിക്കക്ക് ഗസയുടെ മേൽ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് ട്രംപ്. യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ വലിയ ആശ്വാസത്തോടു കൂടി മനുഷ്യസ്നേഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ ട്രംപിനെ കണ്ടതെങ്കിൽ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ നേരെ തിരിഞ്ഞുകുത്തുന്ന ട്രംപിനെ കൂടി കാണുകയാണ്. എങ്ങനെ കാണണം ഈ പ്രസ്താവനയെ സുഹൈൽ? സൈഫുദ്ദീൻ, നേരത്തെ തന്നെ ഈ തരത്തിലുള്ള സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ കൃത്യമായൊരു വംശഹത്യാ പ്രസ്താവന തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഗസയിലുള്ള ആളുകളെ പെർമനൻ്റ്ലി, താൽക്കാലികമായല്ല ശാശ്വതമായി തന്നെ ഗസയിൽ നിന്ന് മാറ്റണം എന്ന് പരസ്യമായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് വാഷിംഗ്ടണിലെത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു, വളരെ ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനാണ് പോകുന്നത്. പശ്ചിമേഷ്യയുടെ മാപ്പ് റീഡ്രോ ചെയ്യുന്ന, മാറ്റിവരയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ നിന്ന് വരും എന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. ആ തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഗസയിലുള്ള ആളുകളെ മുഴുവൻ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റണം, അതല്ലാതെ അവർക്ക് മുമ്പിൽ വഴിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. 2 വാർത്താ സമ്മേളനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. മാധ്യമപ്രവർത്തകരെ കണ്ടത് രണ്ടിലും ഇക്കാര്യം ആവർത്തിച്ചു. 2ാമത്തെ വാർത്താ സമ്മേളനത്തിലാണ് കൃത്യമായി പറഞ്ഞത് US ഗസ പിടിച്ചെടുക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അവിടെ മറ്റു രാജ്യങ്ങൾ പണമിറക്കും എന്നുകൂടിയാണ് പറയുന്നത്. ഗസ പിടിച്ചെടുക്കുന്നത് അമേരിക്കയാണെങ്കിലും വിവിധ അറബ് രാജ്യങ്ങൾ അവിടേക്ക് പണമിറക്കണം, അവിടെയുള്ള വീടുകൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ സുന്ദരമായ ബീച്ചുകൾ പരിപാലനം ചെയ്യാനും എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിനുശേഷം അവിടെ നിന്നുള്ള ആളുകൾക്ക്, ഗസക്കാർക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അവിടെ ഗസ ക്ലിയർ ചെയ്തതിന് ശേഷം പുതിയ വീടുകളും അതേപോലെ തന്നെ ബിൽഡിങ്ങുകളും സൃഷ്ടിച്ച ശേഷം ഗസക്കാർക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് മാധ്യമപ്രവർത്തകർ എടുത്തു തന്നെ ചോദിച്ചു. പക്ഷേ അപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആർക്കെങ്കിലും അങ്ങനെ തിരിച്ചു വരാൻ തോന്നുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ കൃത്യമായി തന്നെ വംശഹത്യ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് നടത്തുന്നു. എന്ന് മാത്രമല്ല, ഇനി യഥാർത്ഥത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2ാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വെടിനിർത്തലിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിൻ്റെ അവസാനത്തെക്കുറിച്ചോ അല്ല ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മറിച്ച് കൃത്യമായി തന്നെ ഗസ പിടിച്ചെടുക്കും എന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കേണ്ട സമയം, ഗസ നിവാസികളെല്ലാം ഈ അവരുടെ ആപൽ ഘട്ടം കഴിഞ്ഞ്, അവരുടെ ആശങ്കയുടെ നാളുകൾ കഴിഞ്ഞ് ഒരു സമാധാനത്തിലേക്ക് കടന്നു വരേണ്ട സമയത്താണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു വംശഹത്യാ ഭീഷണി ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ ഗസക്കാരെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുഹൈലാണ് വിശദ വിവരങ്ങൾ നൽകിയത്.